ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 3 നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അധ്യായം 3 നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു പ്രിയവ്രത മഹാരാജാവിൻ്റെ പുത്രൻ ആഗ്നേന്ദ്രൻ്റെ ചരിതം. ആഗ്നേന്ദ്രന് 9 മക്കളാണ്. ആ 9 മക്കളെ ആ ജംബൂദ്വീപിനെ തന്നെ 7ആയി തിരിച്ചതിൽ ഭൂമിയെ 7 ഭാഗങ്ങളായി ഭൂഖണ്ഡങ്ങളായി തിരിച്ചതിൽ ജംബൂദ്വീപാണ് ആഗ്നേന്ദ്രൻ ഭരിച്ചിരുന്നത്. ആഗ്നേന്ദ്രൻ ഈ ജംബൂദ്വീപിനെ വീണ്ടും 9 ഭൂപ്രദേശങ്ങളായി വിഭജിച്ചിട്ട് തൻ്റെ 9 പുത്രന്മാർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തു. ആഗ്നേന്ദ്രൻ്റെ മൂത്ത പുത്രൻ നാഭിയാണ്. നാഭി ഭരിച്ചിരുന്ന സ്ഥലവും നാഭി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരും. നാഭിയുടെ പത്നി മേരുദേവി. ഇനി ഈ നാഭിക്ക് മേരുദേവിയിൽ പിറന്നത് ഭഗവാന്റെ അവതാരമായിരുന്നു ഋഷഭദേവൻ. അതിനെക്കുറിച്ചാണ് ഈ ഒരു അധ്യായം 3 ചരിതത്തിൽ ഇതിൽ പറയുന്നത്. അപ്പോൾ ശ്ലോകം 1. ശ്രീ ശുക ഉവാച. നമുക്കറിയാം ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുകയാണ്. നാഭി അഭത്യകാമഹ അപ്രജയാ മേരുദേവ്യ ഭഗവന്തം യജ്ഞപുരുഷം അവഹിത ആത്മ അയജന. നാഭി രാജാവ് അപത്യകാമഹ ഒരു പുത്രനെ തനിക്ക് വേണമെന്നാഗ്രഹിച്ച് അപ്രജയ പുത്രന്മാരില്ലാത്ത മേരുദേവ്യ സ്വന്തം പത്നിയായ മേരുദേവിയോടുകൂടി ഭഗവന്തം യജ്ഞപുരുഷം ഭഗവാൻ യജ്ഞപുരുഷനെ ആ മഹാവിഷ്ണുവിനെ അവഹിത ഏകാഗ്രമായ മനസ്സോടെ അവഹിത ആത്മാ അതായത് ചഞ്ചലപ്പെടാത്ത മനസ്സോടെ ഭഗവാനിൽ ഉറപ്പിച്ച മനസ്സോടെ അയജനഹ ആരാധിച്ചു. ഒരു പുത്രനെ വേണമെന്ന ആഗ്രഹത്തോടു കൂടി നാഭി രാജാവ് ഭാര്യയോടൊപ്പം ഭഗവാനെ ഏകാഗ്രമായ ഭക്തിയോടുകൂടി ആരാധിച്ചു. ഇനി ശ്ലോകം 2. തസ്യഹ ഭാവ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജതഃ പ്രവർഗ്യേഷു പ്രചരത്സു ദ്രവ്യദേശകാല മന്ത്ര ധൃത്വിക് ദക്ഷിണ വിധാനയോ ഗോപവിധാനയോഗോപപത്യ ദുരധിഗമോ അഭി ഭഗവാൻ ഭാഗവത വാത്സല്യതയാ സുപ്രതീക ആത്മാനാം അപരാജിതം നിജജന അഭിപ്രേതാർത്ഥ വിദിത്സയാ ഗൃഹീത ഹൃദയം ഗമം മനോനയന ആനന്ദ അവയവ അഭിരാമം അവിശ്ചകാരഃ. തസ്യഹ വാവ ആ നാഭി രാജാവ് ശ്രദ്ധയ അതായത് വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വിശുദ്ധ ഭാവേന പരിശുദ്ധവും കളങ്കപ്പെടാത്തതുമായ മനസ്സോടെ യജത ഭഗവാനെ ആരാധിച്ചു. അത് എങ്ങനെ ആരാധിച്ചത്? പ്രവർഗ്യേഷു അതായത് പ്രവർഗ്യങ്ങൾ എന്ന് വിളിക്കുന്നത് യജ്ഞത്തിൽ ചെയ്യുന്ന ഒരു ആരാധനാ രീതിയാണ്. ആ കർമ്മം യജ്ഞത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മത്തെയാണ് പ്രവർഗ്യം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർഗ്യേഷു എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രവർഗ്യം എന്ന് വിളിക്കപ്പെടുന്ന കർമ്മങ്ങളെ പ്രചരത്സു അനുഷ്ഠിച്ചു. അത് മാത്രമല്ല ദ്രവ്യം ആ യജ്ഞത്തിൽ അപ്പോൾ ആ ഹോമത്തിലേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചു. ദേശം കൃത്യമായ സ്ഥലം കണ്ടെത്തി, കാലം കൃത്യസമയത്ത്, മന്ത്രങ്ങൾ ജപിച്ച്, ഋത്വിക് ബ്രാഹ്മണന്മാരെ വിളിച്ച് ദക്ഷിണ അവർക്ക് ദക്ഷിണ കൊടുക്കൽ, അങ്ങനെ വിധാന യോഗോപപത്യ എന്തൊക്കെ അനുഷ്ഠാനങ്ങളോ ആണോ വിധിപ്രകാരം അനുഷ്ഠിക്കേണ്ടത് അതെല്ലാം അനുഷ്ഠിച്ചപ്പോൾ ദുരധിഗമഃ അഭി അത്ര പെട്ടെന്നൊന്നും ആരുടെയും മുന്നിൽ പ്രത്യക്ഷമാവാത്തവനാണെങ്കിൽ പോലും അതാണ് അഭി. അത്ര പെട്ടെന്നൊന്നും ആർക്കും ദർശനം കൊടുക്കാത്തവനാണെങ്കിൽ പോലും ഭഗവാൻ ഭാഗവത വാത്സല്യതനയ തൻ്റെ ഭക്തരോടുള്ള വാത്സല്യത്തോടുകൂടി സുപ്രതീക എന്ന് വെച്ചാൽ വളരെ സുന്ദരമായ ഭഗവാന്റെ ആ രൂപത്തെ ആത്മാനം തൻ്റെ സ്വരൂപത്തെ അപരാജിതം ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ആ ഭഗവാൻ തൻ്റെ സുന്ദരമായ രൂപത്തെ നിജജന അഭിപ്രേതാർത്ഥ വിദിത്സയ നിജജനം തൻ്റെ ഭക്തന്മാരുടെ അഭിപ്രേതാർത്ഥം ആ ആഗ്രഹത്തെ സഫലമാക്കുവാൻ ആഗ്രഹിച്ച് ഹൃദയംഗമം ആരെയും ആകർഷിക്കുന്ന ഗൃഹീത ഹൃദയ ഭക്തരിൽ ആകൃഷ്ടനാകുന്ന ഭഗവാൻ നിഷ്കളങ്ക ഭക്തരിൽ ആകൃഷ്ട
ശ്രേഷ്ഠനാകുന്ന ആ ഭഗവാൻ അങ്ങനെ മനോനയന ആനന്ദ അവയവ അഭിരാമം, മനസ്സിനും കണ്ണിനും ഒരുപോലെ പരമാനന്ദത്തെ നൽകുന്ന അവയവം ശരീരത്തോടു കൂടി ആ ഭഗവാൻ അങ്ങനെ ആവിശ്ചകാര അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ ശ്രദ്ധയോടും വിശുദ്ധിയോടുമുള്ള മനസ്സോടുകൂടി നാഭിരാജാവ് പത്നിയോടൊപ്പം ആ ആരാധന ചെയ്തു. അതിന് വേണ്ട കർമ്മങ്ങളൊക്കെ യഥാവിധി അനുഷ്ഠിച്ചു. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ആരുടെ മുന്നിലും പ്രത്യക്ഷനാവാത്ത ആ ഭഗവാൻ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഭക്തവാത്സല്യം നിറഞ്ഞ ഭഗവാൻ തൻ്റെ മനോഹരമായ രൂപത്തെ, ഭക്തർക്ക് അനുഗ്രഹത്തെ, അവരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഭക്തന്മാരുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന തൻ്റെ ആ സുന്ദര രൂപത്തെ അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്ന്, ആ രൂപത്തെ അവർക്ക് ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ, അപ്പോൾ ആ കണ്ട ഭഗവാന്റെ അവിടെ ഇരുന്ന് യജ്ഞം അനുഷ്ഠിച്ചിരുന്ന നാഭി രാജാവ്, മറ്റു മഹർഷിമാര് ആ ഭഗവാന്റെ രൂപം കണ്ടത് എങ്ങനെയാണ്, ആ രൂപത്തെ വർണ്ണിക്കുന്നതാണ് 3-ാമത്തെ ശ്ലോകം. അധഃ തം ആവിഷ്കൃത യുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശ കൗശേയാംബരധരം ഉരസി വിലസത് ശ്രീവത്സലലാമം ധരവര വനരുഹ വനമാല ആചൂര്യ അമൃതമണി ഗദാദിഭിഃ ഉപലക്ഷിതം സ്ഫുടകിരണ പ്രവര മുകുട കുണ്ടല കടക കടിസൂത്രഹാര കേയൂര നോപുരാദി അംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപദയോ അധനായിവ ഉത്തമധനം ഉപലഭ്യ സബഹുമാനം അർഹണേന അവനത ശീർഷണ ഉപദസ്തു. അധഃ അനന്തരം, അപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തം ആ പുരുഷവിശേഷം, എല്ലാ പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ ആവിഷ്കൃത ഭുജയുഗളദ്വയം, അതായത് 4 ചതുർഭുജങ്ങളോട് കൂടിയാണ് അവിടെ ആവിഷ്കൃതം പ്രത്യക്ഷമായത്. ഹിരൺമയം, അതായത് വളരെ സ്വർണം പോലെ ശോഭിച്ചുകൊണ്ട് 4 കൈകളോടും കൂടിയാണ് നാഭിരാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി ആ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ വർണ്ണന എന്തൊക്കെയാണെന്ന്, കപിശ കൗശേയ അംബരധരം, അതായത് മഞ്ഞപ്പട്ടു ധരിച്ച്, ഉരസി വക്ഷസിൽ വിലസത് മനോഹരമായ ശ്രീവത്സം എന്ന് വിളിക്കപ്പെടുന്ന മറുകോടുകൂടി, ലലാമം മുദ്രയുള്ള, ധരവരം അതായത് ഒരു ശംഖ്, വനരുഹം താമരപ്പൂവ്, വനമാല അതായത് പുഷ്പഹാരം, അച്ചൂരി എന്ന് വെച്ചാൽ സുദർശന ചക്രം, അമൃതമണി കൗസ്തുഭരത്നം, ഗദ ആദിഭി ഗദ മറ്റടയാളങ്ങളും എല്ലാം ഉപലക്ഷിതം, ഈ ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. സ്ഫുടകിരണം, അതായത് തിളങ്ങുന്ന കിരണങ്ങൾ പോലെ സ്ഫുരിക്കുന്ന തിളങ്ങുന്ന ശ്രേഷ്ഠമായ മുകുടം, അതായത് കിരീടം, കുണ്ടലം കർണാഭരണങ്ങൾ, കടകം കാപ്പുകൾ, കടിസൂത്രം അരഞ്ഞാണം, ഹാരം കണ്ഠാഭരണം, കേയൂരം കൈവളകൾ, നൂപുരം പാദസരങ്ങൾ ആദി മുതലായവയും അംഗം ആ ശരീരത്തിൻ്റെ ഭൂഷണം ആഭരണങ്ങളോടുകൂടി, ഇവയെല്ലാം ശരീരത്തിൽ അണിഞ്ഞ ആഭരണങ്ങളോടുകൂടി വിഭൂഷിതം അലങ്കരിക്കപ്പെട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഋത്വിക് പുരോഹിതന്മാർ, സദസ്യ ആ സഹവാസികൾ, ഗുഹപതയ നാഭി രാജാവ്, ഇവരെല്ലാവരും ആ ഭഗവാനെ കണ്ടപ്പോൾ അധന എന്ന് വെച്ചാൽ ധനമില്ലാത്തവൻ, പാവപ്പെട്ടവനെ, ഇവ എന്ന് വെച്ചാൽ പോലെ, ഉത്തമധനം ഒരു ഖജനാവ് മുഴുവൻ സ്വന്തമായി കിട്ടിയാൽ എങ്ങനെ, ഉപലഭ്യ എന്ന് വെച്ചാൽ നേടിയാൽ, ഇവ എന്ന പോലെ, ഒട്ടും ധനം കയ്യിലില്ലാത്തവൻ ഒരു ഖജനാവിൽ മുഴുവൻ സ്വർണം കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നതുപോലെയായിരുന്നു അവരുടെ ഭാവമെന്ന് ഭഗവാനെ കണ്ടപ്പോൾ സബഹുമാനം, അത്രയും ബഹുമാനത്തോടുകൂടി, അർഹണേന ആരാധനാ സാമഗ്രികളോടുകൂടി, അവനത ശിരസ് താഴ്ത്തി, ശീർഷാണ ശിരസുകൾ കുനിച്ച്, ഉപദസ്തു അവർ ഭഗവാനെ ആരാധിച്ചു. അവിടെ യജ്ഞം നടത്തിയിരുന്ന ഋഷിമാരും നാഭി രാജാവും ഭഗവാനെ കണ്ടപ്പോൾ ഒട്ടും ധനമില്ലാത്തവൻ്റെ കയ്യിൽ ഒരു ഖജനാവ് മുഴുവൻ സ്വന്തമായി കിട്ടിയാലുണ്ടാകുന്ന അമ്പരപ്പോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ശിരസ് കുനിച്ച് അവർ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചു. ഇനി അവരുടെ സ്തുതി എന്തായിരുന്നു, അതാണ് നമ്മൾ ശ്ലോകം 4ഉം 5ഉം നോക്കുന്നത്. ഋത്വിജ ഓജോ, ആ ബ്രാഹ്മണർ ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നു. അർഹസി മുഹുഹു അർഹത്ത അർഹണ അസ്മാകം അനുപധാനാം നമോ നമഃ ഇതി ഏതാവത് സദുപശിക്ഷിതം കഹ അർഹതി പുമാൻ പ്രകൃതി ഗുണവിധികരമതി അനീശഃ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോഃ അർവക്താനാഭി
നാമരൂപാകൃതിഭിः രൂപനിരൂപണം സകല ജനനികായ വൃജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈകദേശ കഥനാത് ഹൃദേ. ആ യജ്ഞം അനുഷ്ഠിക്കാൻ അവിടെ ഇരുന്നിരുന്നത് വെറും സാധാരണക്കാരല്ല എന്ന് മനസ്സിലാക്കുക. മഹർഷിമാരാണ്, അത്രയും ശ്രേഷ്ഠരായ മുനിമാർ. നാഭി രാജാവ് അവരാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ മുന്നിലാണ് അവർ ഭഗവാനെ ദ്രവ്യങ്ങൾ അർപ്പിച്ചു, ഹോമകുണ്ടത്തിൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച് ഏകാഗ്രചിത്തമായ മനസ്സോടെ ഭഗവാനെ ആരാധിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ അത്രയും ശ്രേഷ്ഠരായ നമ്മളെ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ അവരെത്രയോ ഉയർന്ന പദത്തിലിരിക്കുന്നവരാ. അത്രയും ശ്രേഷ്ഠരായ ആ മഹർഷിമാർ പോലും ഭഗവാനെ സ്തുതിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു വിനയഭാവം, ആ നിഷ്കളങ്കത, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അർഹത്തമ അല്ലയോ പരമശ്രേഷ്ഠ, അതായത് അനുപധാനാം അങ്ങയുടെ ഭക്തരായിട്ടുള്ള അസ്മാകം ഞങ്ങളുടെ അർഹണം ആരാധനയെ മുഹുമുഹു വീണ്ടും വീണ്ടും അർഹസി സ്വീകരിക്കാൻ അങ്ങ് അർഹനാണ്. അപ്പോൾ അങ്ങയുടെ ഭക്തരായ ഞങ്ങൾ നൽകുന്ന ഈ ആരാധനയെ സ്വീകരിക്കാൻ അങ്ങ് അർഹനാണ്. എന്നിട്ട് പറയാണ് സതുപശിക്ഷിതം, ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നമോ നമഃ ഇതി ഏതത്. നമോ നമഃ, ആ ഭഗവാനെ അങ്ങേക്ക് ഞങ്ങളുടെ ശതകോടി നമസ്കാരം, ഇങ്ങനെ പറയാനാണ് സതുപശിക്ഷിതം ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. കഹ അർഹതി പൂമാൻ, അത് മാത്രമേ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന്. കഹ അർഹതി പൂമാൻ എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനാണ് അർഹതയുള്ളത്? പ്രകൃതി ഗുണ വ്യതികര മതി അനീശ, പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും കൂടിയും കുറഞ്ഞും വരുന്നതിനനുസരിച്ച് ചഞ്ചലപ്പെടുന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന അനീശ, ശക്തിയില്ലാത്ത, അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയില്ലാത്ത ഞങ്ങൾക്ക് ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോഹോ, പ്രകൃതിക്കും പുരുഷനും പരമായിരിക്കുന്ന ആ ഭഗവാനെ അർവക്തനാഭിഹി, ഈ ഭൗതിക ലോകത്തിൽ രൂപനിരൂപണം, ഒരു രൂപത്തെ കൽപ്പിച്ചു. പ്രകൃതിക്ക് പ്രകൃതിയാണ് ഈ ഭൗതിക ലോകം, അതിനും അപ്പുറത്തു അതിനെ സങ്കല്പിച്ച പുരുഷൻ, ആ പ്രകൃതിക്കും പുരുഷനും പരമമായിരിക്കുന്ന ആ ഭഗവാനെ ഈ ഭൗതിക ലോകത്ത് ഞങ്ങളെ പോലെയുള്ള മനുഷ്യർ ജീവിച്ചിട്ട്, അവർ പറയാണ് ഞങ്ങൾ സാധാരണക്കാരാണ്, ജീവിച്ചിട്ട് രൂപനിരൂപണം, ആ ഭഗവാൻ ഒരു രൂപത്തെ സങ്കല്പിച്ചിട്ട് നാഭി നാമരൂപകൃതാഭി, ഒരു നാമം കൽപ്പിച്ചു, ഒരു രൂപം കൊടുത്തു, ഒരു ആകൃതി, ഇവയൊക്കെ കൊടുത്തിട്ട് സകല ജന നികായ വൃജിന നിരസന, സകല ജനങ്ങളുടെയും സകല പാപങ്ങളെയും, വൃജനം പാപം, പാപങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ആ ഭഗവാനെ ശിവതമ പ്രവര ഗുണഗണൈക, ആ ഭഗവാന്റെ ശിവതമ മംഗളകരവും ശ്രേഷ്ഠകരവുമായ ഗുണഗണങ്ങളെ കുറിച്ച് ദേശകഥനാത്, ആ ഭഗവാന്റെ ഗുണകഥകളെ ഇങ്ങനെ പറയുകയല്ലാതെ ഹൃദേ മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. പ്രകൃതിക്കും പുരുഷനും അപ്പുറത്ത് നിൽക്കുന്ന ആ ഭഗവാനെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഞങ്ങൾ, ആ ഭഗവാൻ ഒരു രൂപം സങ്കല്പിച്ചു. ശിവനായോ കൃഷ്ണനായോ ഗുരുവായൂരപ്പനായോ ദേവിയായോ ഒക്കെ ഒരു രൂപം സങ്കല്പിച്ചിട്ട് ആ രൂപത്തിനൊരു നാമം, ഒരു ആകൃതി, ഇതൊക്കെ ഒരു വേഷം, ഇതൊക്കെ മനസ്സിൽ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ആ ഭഗവാന്റെ കഥകൾ, ഇന്നതൊക്കെ ഭഗവാൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്നതൊക്കെ ചെയ്തു, അങ്ങനെ മംഗളകരവും ശ്രേഷ്ഠകരവുമായ കഥകൾ പറഞ്ഞു നടക്കുകയല്ലാതെ ഞങ്ങളെ പോലെയുള്ളവർ അതേ ചെയ്യാനുള്ളൂ എന്ന്. ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാന്റെ ഗുണകഥകൾ ഇങ്ങനെ പാടിപ്പറഞ്ഞ് നടക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലല്ലോ എന്ന്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളല്ല, ഒരു സാധാരണക്കാരല്ല, അവിടെ ഇരുന്ന് യജ്ഞം നടത്തുന്ന ആ ശ്രേഷ്ഠരായ മഹർഷിമാർ പറയുന്നു. അപ്പം നമ്മളൊക്കെ ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പോലും ആ ഭഗവാനോട് പറയുന്നത് അങ്ങനെയാണ്. ആ ഗുണകഥകൾ പറയുകയല്ലാതെ അതൊഴികെ ഞങ്ങൾക്ക് എന്താണുള്ളത്? ഏതൊരു മനുഷ്യന് പിന്നെ എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. ശ്ലോകം 6. പരിജന അനുരാഗ വിരചിത ശബള സംശബ്ദ സലീല സിത കിസലത തുളസീകാ ദുർവാങ്കുരൈ അഭി സംവൃതയാ സപര്യയാ കില പരമപരിതുഷ്യസി. ഇനി പരിജന അനുരാഗ വിരചിതം, ഭഗവാന്റെ നിഷ്കളങ്കരായ ഭക്തർ. 4ഉം 5ഉം ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തില്. ആ പുരുഷയോഹോ എന്ന് പറയുന്നിടത്ത് 5ാമത്തെ ശ്ലോകമാണ്. ഇനി പരിജന അനുരാഗ വിരചിതം, ഭഗവാന്റെ നിഷ്കളങ്കരായ ഭക്തരുടെ ആ ഭക്തിയോടെ അവർ ചെയ്യുന്ന ശബളം, അതായത്
പതറിയ ശബ്ദത്തോടെ സംശബ്ദ സലീല, അതായത് സംശബ്ദം എന്ന് വെച്ചാൽ സ്തുതികൾ, പ്രാർത്ഥനകൾ, ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തര് ഇങ്ങനെ പതറിയ ശബ്ദത്തോടു കൂടി പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ സലീലം ഭഗവാനെ ഇങ്ങനെ ജലം കൊടുത്ത് ആരാധിക്കുമ്പോൾ സിതകിസലം, അതായത് പുതിയ തളിരിലകൾ അർപ്പിച്ച് ഭഗവാനെ അർപ്പിച്ച് ആരാധിക്കുക, തുളസി അർപ്പിക്കുക, ദുർവാങ്കുരൈ കറുകപ്പുല്ലൊക്കെ വെച്ച് പൂജിക്കുക എന്നിവ എന്നിവയൊക്കെ സംഭരിച്ചു കൊണ്ടുവന്ന് സപര്യയ ഭഗവാനെ ആരാധിച്ചാൽ പരമ പരിതുഷ്യസി, അല്ലയോ ഭഗവാനെ പരമോന്നതനായ ഭഗവാൻ അതിൽ സംതൃപ്തനാകുന്നു എന്നും. അപ്പം ഭഗവാന്റെ നിഷ്കളങ്കരായ ഭക്തന്മാര് ഭക്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഇടറിയ ശബ്ദത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക, തുളസി ഇലകൾ സമർപ്പിക്കുക, കറുക പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുക, അത് കറുക പുല്ലുകൊണ്ട് പൂജിക്കുക, അതുപോലെ ജലം അർപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനെ ആരാധിക്കുമ്പോൾ ഭഗവാൻ അവിടെ സംതൃപ്തനാകുന്നു, ആ ഭക്തരിൽ സംതൃപ്തനാകുന്നു. അങ്ങനെ സംതൃപ്തനാകുന്നത് അവരർപ്പിച്ച പൂജാദ്രവ്യങ്ങൾ കണ്ടിട്ടോ ആ പൂജ കണ്ടിട്ടോ ആ യജ്ഞം കണ്ടിട്ടോ അവരുടെ നാമജപം കേട്ടിട്ടോ ഒന്നുമല്ല ഭഗവാൻ അവിടെ സംതൃപ്തനാകുന്നത്. അതിന് കാരണം ഭക്തന്റെ മനസ്സ് മാത്രമാണ്, ആ നിഷ്കളങ്കമായ മനസ്സ് മാത്രമാണ് ഭഗവാനെ അവിടെ സംപ്രീതനാക്കുന്നത്. അതാണ് ശ്ലോകം 7 പറയുന്നത്. അനയാ അഭി ന ഭവത ഇജ്ജയോ ഉരുഭാരഭരയ സമുചിതം അർത്ഥം ഇഹ ഉപലഭമഹേ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ അവിടെ ഭഗവാൻ സംതൃപ്തനാകുന്നു എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ അർപ്പിച്ച് പൂജിക്കുമ്പോൾ. അതല്ലെങ്കിൽ അങ്ങനെ ഭഗവാൻ സംതൃപ്തനാവാൻ കാരണം പറയാണ് അനയ എന്ന് വെച്ചാൽ ഈ ഇജ്ജയോഹോ, ഈ യജ്ഞങ്ങൾ ഒന്നും ന ഭവത എന്ന് വെച്ചാൽ ഭഗവാനെ അങ്ങേക്ക് ന ഉരുഭാരയാ സമുചിതം. ഉരുഭാരയ എന്ന് വെച്ചാൽ അനേകം സാമഗ്രികൾ സംഭരിച്ചു കൊണ്ടുവന്നിട്ട് കുറേ പൂജാദ്രവ്യങ്ങളൊക്കെ അർപ്പിച്ച് നല്ല ദിവസം നല്ല സമയം മന്ത്രങ്ങളൊക്കെ നോക്കി ഇതൊക്കെ കൊണ്ടുവന്ന് ഭഗവാനെ ഒരു ഇജ്ജയ എന്ന് വെച്ചാൽ യജ്ഞം അർപ്പിക്കുമ്പോൾ ഇതൊന്നും തന്നെ സമുചിതം അർത്ഥം, ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ എന്തെങ്കിലും ഭഗവാൻ എടുക്കുന്നുണ്ടോ? ഭഗവാൻ ഈ ദ്രവ്യങ്ങളോ ഇതൊന്നും തന്നെ ആവശ്യമില്ല. ഈ ലോകത്ത് ഉപലഭാമഹേ, ഒരാവശ്യവുമില്ലാന്ന്, ഒരു ഉപയോഗവുമില്ല. ഈ പൂജാദ്രവ്യങ്ങളോ ഈ യജ്ഞങ്ങളോ ഈ ഹവിസോ ഇതൊന്നും ഭഗവാൻ ആവശ്യമില്ല. ഇതൊന്നുകൊണ്ടുമല്ല ഭഗവാൻ അവിടെ സംതൃപ്തനാകുന്നത്. ഇതെല്ലാം അർപ്പിക്കുന്നവൻ്റെ മനസ്സ് ഏത് തലമാണോ ഇരിക്കുന്നത് അതാണ് ഭഗവാനെ സംതൃപ്തനാക്കുന്നത്. ഇതെല്ലാം അർപ്പിക്കുന്നവൻ ഞാനെന്ന ഭാവമില്ലാതെ അഹം പൂർണ്ണമായും ഇല്ലാതെ ശമിച്ച് ആ ഒരു നിഷ്കളങ്ക ഭാവത്തോടെ സകലതും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ചെയ്യുന്ന യജ്ഞത്തെ പോലും ഭഗവാനിൽ ഞാനല്ല ഭഗവാനാണ് ചെയ്യുന്നതെന്ന ഭാവത്തോടെ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിൽ അവിടെയാണ് ഭഗവാൻ സംപ്രീതനാകുന്നത്. അതിലൊരു സംശയവുമില്ല. അതാണ് അവർ പറയുന്നത്, മഹർഷിമാർ പറയുന്നത്, ഈ യജ്ഞങ്ങളോ ഈ പൂജാദ്രവ്യങ്ങളോ ഒന്നും തന്നെ ഈ ലോകത്ത് അങ്ങേക്ക് ആവശ്യമില്ല, അങ്ങേക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ സംതൃപ്തനായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് ഭക്തന്റെ മനസ്സ് മാത്രമാണ്. അതാണ് ആ പറയുന്നത്. ഇപ്പം നമ്മളിങ്ങനെ കുറേ നേരം 1 മണിക്കൂർ നേരം രാമായണം ചൊല്ലിയത് കൊണ്ടോ നാമം ജപിച്ചത് കൊണ്ടോ ഭഗവാൻ സംതൃപ്തനാവില്ല. ചൊല്ലുവാനിരിക്കുമ്പോൾ ആ കർമ്മം ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സ് എനിക്കിത് ചെയ്തു പൂർത്തിയാക്കണം, ഈ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റണം, ഈ ഭാവമല്ല, ഞാനല്ല ഇത് ചെയ്യുന്നത്, ഭഗവാനാണ് എന്ന ഭാവത്തോടെ എന്ന സങ്കല്പത്തോടെ ആ കർമ്മത്തെ അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഭഗവാൻ സംപ്രീതനാവുന്നത്. അപ്പോഴുണ്ടല്ലോ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഈ ഭയമോ ഈ വിറയലോ, അതിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ പാട്ട് പാടുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോഴാണെങ്കിലും ഞാനല്ല ഇത് ചെയ്യുന്നത്, ഭഗവാനാണ് എന്ന, അതായത് ആത്മാവിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട്, ശരീരബോധം വെടിഞ്ഞ് ആത്മാവിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആത്മാവാകുന്ന ഭഗവാനാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഈശ്വരനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന സങ്കല്പത്തിൽ നിന്ന് മനസ്സിനെ വെച്ചുകൊണ്ട് ആ കർമ്മത്തെ അനുഷ്ഠിക്കുമ്പോൾ ഭയമുണ്ടാവില്ല, വിറയലുണ്ടാവില്ല, പേടിയുണ്ടാവില്ല, ലജ്ജയുണ്ടാവില്ല, നാണമുണ്ടാവില്ല, മാനാഭിമാന ചിന്തകൾ ഉണ്ടാവില്ല, ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് ആ ഒരു ഭാവത്തോടു കൂടി കർമ്മം ചെയ്തപ്പോഴാണ് ഭഗവാൻ സംപ്രീതനായത്. അല്ലാതെ ഏറ്റവും നല്ല പുഷ്പങ്ങളെ എത്ര ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്ന് വെച്ചാലും എത്ര നല്ല നാമങ്ങൾ ജപിച്ചാലും അതൊന്നും ഭഗവാന് ഈ ലോകത്ത് ആവശ്യമില്ല, അതൊന്നും ഭഗവാന് വേണ്ടതല്ല.
അത് അങ്ങനെ പറയാൻ കാരണം എന്തെന്നാണ് ശ്ലോകം 8 പറയുന്നത്. ആത്മനാ ഏവ അനുസവനം അഞ്ജസ അവ്യതിരേകേണ ബോഭൂയമാന അശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ കിന്തു നാദ ആശിഷ ആശാസനാനാം ഏതത് സംരാധനമാത്രം ഭവിതും അർഹതി. ഏതത് അഭിസംരാധനമാത്രം ഭവിതും അർഹതി. ആത്മനായേവ അനുസവനം. ഭഗവാനെ അങ്ങ് ആത്മനായേവ അനുസവനം, ഓരോ നിമിഷവും എല്ലായ്പ്പോഴും അഞ്ജസ അവ്യതിരേകേണ അങ്ങ് സ്വന്തം വളരെ, അതായത് അഞ്ജസ എന്ന് വെച്ചാൽ നേരിട്ട് അങ്ങ് സ്വയം അവ്യതിരേകേണ സ്വന്തം മഹാത്മ്യത്തിൽ രമിക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങയെ വേറൊരാൾ പൂജിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് സ്വയം പൂജിക്കപ്പെടുന്നു, സ്വന്തം മഹാത്മ്യത്തിൽ സ്വയം രമിച്ചിരിക്കുന്നവനാണ്. ആത്മാവാണ് ഞാനെന്നറിഞ്ഞ് ആ മഹാത്മ്യത്തിൽ സ്വയം രമിച്ചിരിക്കുന്നവനായതുകൊണ്ട് വേറൊരാൾ അങ്ങയെ പൂജിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഒരു ഭക്തന്റെ പൂജയും അങ്ങേക്ക് ആവശ്യമില്ല. കാരണം അങ്ങ് സ്വയം ആത്മാവിൽ രമിച്ച് സ്വയം പൂജിക്കപ്പെടുന്നവനാണ്. ബോഭൂയമാന അശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ, എപ്പോഴും ദിനം പ്രതി ഇങ്ങനെ ബോഭൂയമാന വർദ്ധിച്ചു വരുന്ന, എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ നാഥ, അല്ലയോ ഭഗവാനെ, കിന്തു എന്ത് തരാനാണ് ഞാൻ അങ്ങേക്ക്? ഭക്തന്മാർ അവർ പറയാണ്, ഞങ്ങൾ അങ്ങയെ എന്ത് നൽകിയാണ്, എന്താ അങ്ങേക്ക് നൽകേണ്ടത്? അങ്ങയുടെ സ്വന്തം മഹാത്മ്യത്തിൽ സ്വയം പൂജിക്കപ്പെടുന്നവനാണ്. ഇനി അതിനപ്പുറം എന്ത് പൂജയെ ഞങ്ങൾ ഇനി? പൂജയല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അത് തന്നെ, അതുപോലും അങ്ങേക്ക് അർഹതപ്പെട്ടതല്ല ഞങ്ങൾ നൽകുന്നത്. അങ്ങേക്ക് അർഹതപ്പെട്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പോലും പറ്റില്ല. അതാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് നൽകാനാണ്? ആശാസനാനാം, ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ, നിരവധി ആഗ്രഹങ്ങളെ മനസ്സിൽ വെച്ച് കഴിയുന്ന ആ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ഏതത് അഭിസംരാധന മാത്രം, ആ ആഗ്രഹങ്ങൾ കൊണ്ട് അഭിസംരാധന മാത്രം ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ഈ ഒരു പൂജദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ആരാധനയെ സ്വീകരിക്കുവാൻ ഭവിതും അർഹസി, അങ്ങ് അർഹതി, അങ്ങ് അർഹനാണ്. അതിനുള്ള അർഹതയെ ഇങ്ങനെ ഒരു പൂജയിലൂടെയെങ്കിലും അങ്ങയെ പൂജിക്കാനുള്ള ഒരു അർഹത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇതൊന്നും യഥാർത്ഥത്തിൽ അങ്ങേക്ക് നൽകേണ്ട ആരാധനയല്ല. ഈ പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കലും നാമം ജപിക്കലും യജ്ഞം അനുഷ്ഠിക്കലും ഒന്നുമല്ല യഥാർത്ഥത്തിൽ അങ്ങേക്ക് നൽകേണ്ടത്. ഇങ്ങനെയല്ല ശരിക്കും ആരാധിക്കേണ്ടത്. പക്ഷേ ഞങ്ങളെ പോലെയുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ദ്രവ്യങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് ആ യജ്ഞകുണ്ഡത്തിൽ അർപ്പിച്ച് അങ്ങയെ ഇങ്ങനെ ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പം അതാണ് പറയുന്നത്, ഇതൊന്നും അങ്ങേക്ക് യഥാർത്ഥത്തിൽ ഒന്നും ആവശ്യമില്ല അങ്ങേക്ക്. കാരണം അങ്ങ് സ്വയം ആത്മാവിൽ രമിച്ച് സ്വയം പൂജിക്കപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഒരു ഭക്തന്റെ പൂജയും അങ്ങേക്ക് ആവശ്യമില്ല. അങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പുരുഷാർത്ഥങ്ങൾ കൊണ്ടുള്ള സ്വരൂപത്തെ സ്വീകരിച്ച ഭഗവാനെ, ഇതിനപ്പുറം ഇനി എന്ത് നൽകാനാ? ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന അങ്ങേക്ക് ഞങ്ങൾ ഈ അർപ്പിക്കുന്ന ഈ ഒരു ആരാധന ഇതെങ്കിലും അങ്ങ് സ്വീകരിക്കണം. ഇത് യഥാർത്ഥത്തിൽ അങ്ങേക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ പോലും അങ്ങ് ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ശ്ലോകം 9. തത് യഥാ ബാലിശാനാം സ്വയമാത്മനഃ ശ്രേയഃ പരം അവിദുഷാം പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനാം ച അപവർഗാഗ്യം ഉപകൽപ്പയിഷ്യൻ സ്വയം ന അഭജിത ഏവ ഇതരവത് ഇഹ ഉപലക്ഷിത. തത് യഥാ, അതുപോലെ ബാലിശാനാം, ഞങ്ങളെപ്പോലെയുള്ള മൂഢന്മാർ, മായയിൽപ്പെട്ട് കഴിയുന്ന മൂഢന്മാർ, സ്വയം ആത്മന, ഞങ്ങൾക്ക് സ്വയം ഞങ്ങളുടെ ശ്രേയഃ, ആ ശ്രേയസിനെ, ഞങ്ങൾ ആരാണെന്നുള്ള ആ ശ്രേയസിനെ പരം അവിദുഷം, ഒട്ടും അറിയില്ല. അതാണ് പറയുന്നത്. അതുപോലെ ഞങ്ങളെപ്പോലെയുള്ള മൂഢന്മാർ, വിഡ്ഢികൾ, ഞങ്ങൾക്ക് സ്വയം ഞങ്ങൾ ആരാണ് എന്ന്, ഞങ്ങളുടെ ആ ശ്രേഷ്ഠത എന്താണെന്ന് ഒട്ടും അറിയാത്തവരായ ഞങ്ങളെ പരമപുരുഷ, പരമപുരുഷന്മാരിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അങ്ങ് പ്രകർഷകരുണയ, വളരെ കാരുണ്യത്തോടുകൂടി ഞങ്ങളെ ഭക്തന്മാരോട് വളരെയധികം കാരുണ്യം അങ്ങ് കാണിക്കുന്നു. മഹിമാനാം, അങ്ങയുടെ മഹത്വത്താൽ ച അപവർഗാഗ്യം, ഞങ്ങൾക്ക് മുക്തിയെയും ഉപകൽപ്പയിഷ്യൻ, നേടിത്തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ് സ്വയം ന അപചിത, എന്നാൽ
അങ്ങ് സ്വയം ഞങ്ങൾക്ക് മുക്തിയും ഞങ്ങൾക്ക് കാരുണ്യവും നൽകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ന അപചിത, ഞങ്ങൾ ഈ നൽകുന്നതൊന്നും എന്താ പറയുക, ശരിക്കും അങ്ങേക്ക് അർഹതപ്പെട്ട പൂജയല്ല ഞങ്ങൾ നൽകുന്നു, ഉചിതമായ ആരാധനയല്ല എങ്കിൽ കൂടിയും അങ്ങ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഏവ ഇതരവത്, ഒരു സാധാരണക്കാരൻ മറ്റൊരു ബന്ധുവിനെയോ ഒരു സുഹൃത്തിനെയോ കാണാൻ വരുന്നത് പോലെ, ഇതരവത്ത് ഒരു സാധാരണ വ്യക്തിയോ എന്ന പോലെ, ഇഹ ഉപലക്ഷിത, അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ എന്ന്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വിഡ്ഢികൾ, മായയിൽപ്പെട്ട് ഇരിക്കുന്ന, മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തി പോരാത്ത മൂഢന്മാരായ ഞങ്ങൾക്ക് ഞങ്ങൾ ആരാണ്, താൻ ആര് എന്ന ചോദ്യത്തിന് ഇന്ന് വരെ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത, ഒട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത, ഇത് പറയുന്നത് ആരാണെന്ന് ഓർക്കണട്ടാ, ആ മഹർഷിമാരൊക്കെയാണ് പറയുന്നത്, ഒട്ടും അതറിയാത്ത, അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഞങ്ങളോട് അത്യധികം കാരുണ്യം കാണിക്കുന്ന പരമപുരുഷന്മാരിൽ പരമപുരുഷനായ ഭഗവാനെ, അതുമാത്രമല്ല ഞങ്ങൾക്ക് മുക്തിയെ നേടിത്തരാനും അങ്ങ് ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നത് ഒട്ടും ഉചിതമായ ഒരു ആരാധനയല്ല. അങ്ങേക്ക് ഒട്ടും, ഒരു ഗസ്റ്റ് കയറി വരുമ്പോൾ ആ വ്യക്തിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുത്ത് ആ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എന്തുമാത്രം മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും. അയ്യോ, ആ വ്യക്തിക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്തിട്ടാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞതുപോലെ അങ്ങേക്ക് ഒട്ടും ഉചിതമായ ആരാധന രീതിയല്ല. കാരണം അങ്ങേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നത്. എന്നിട്ട് പോലും അങ്ങ് ഞങ്ങളുടെ മുന്നിൽ ഒരു സാധാരണക്കാരൻ എന്ന പോലെ, മറ്റൊരു വ്യക്തിയെ കാണാൻ പോകുന്നത് പോലെ, ഒരുവൻ മറ്റൊരുവനെ കാണാൻ പോകുന്നത് പോലെ ഞങ്ങളെ കാണാൻ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കായി വന്ന് ദർശനം നൽകിയല്ലോ. അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വരം എന്ന് പറയുന്നതാണ് ശ്ലോകം 10. അധാ അയം ഏവ വരഹ ഹി അർഹത്തമായർഹി ബർഹിഷി രാജർഷേ വരദർശഭോ ഭവാൻ നിജപുരുഷേ ഈക്ഷണ വിഷയ ആസീത്. അധാ, ഇനി അതുമല്ലെങ്കിൽ, രാജർഷേ, നാഭി രാജാവിൻ്റെ ബർഹിഷി എന്ന് വെച്ചാൽ യജ്ഞശാലയിൽ, വരദർശഭ, വരം നൽകുന്നവരിൽ ഉത്തമനായ ഭവാനെ, അങ്ങ് നിജപുരുഷേ ഈക്ഷണ വിഷയ, അങ്ങയുടെ ഭക്തന്മാരുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ ആസീത്, ഇവിടെ വന്നെത്തിയല്ലോ. അർഹത്തമ, അല്ലയോ ആരാധ്യനായ ഭഗവാനെ, അയം ഏവ വരഹ, ഇതിലും വലിയൊരു വരം ഞങ്ങൾക്കിനി എന്താണ് കിട്ടാനുള്ളത്? ഈ നാഭി രാജാവ് നടത്തുന്ന യജ്ഞശാലയിൽ വരം നൽകുന്നവരിൽ ഉത്തമനായ ഭഗവാനെ, സ്വന്തം ഭക്തന്മാരുടെ കണ്ണിന് കുളിർമ നൽകി, കണ്ണിന് മുന്നിൽ കാണാൻ കഴിയുന്ന രീതിയിൽ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ഇതിലും വലിയൊരു വരം ഞങ്ങൾക്കിനി എന്താണ് കിട്ടാനുള്ളത് എന്നവർ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 11. അസംഗ നിശിത ജ്ഞാന അനല വിധൂത അശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനിനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗള അയന ഗുണഗണ കഥനഃ അസി. അസംഗ നിശിത ജ്ഞാന അനല, അസംഗം എന്ന് വെച്ചാൽ സംഘമില്ലായ്ക, മമത ഇല്ലാതെ, ഒന്നിനോടും മമതയില്ലാതെ, പൂർണ്ണ വിരക്തിയാൽ, നിശിത ജ്ഞാന അനല, നിശിതം ശക്തിപ്പെട്ടു വരുന്ന ജ്ഞാന അനലം, ജ്ഞാനമാകുന്ന അഗ്നിയാൽ, വിദൂത അശേഷമലനാം, നീക്കം ചെയ്യപ്പെട്ട മനോമാലിന്യങ്ങളൊക്കെ പൂർണ്ണമായി. അപ്പോൾ ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ ശക്തിപ്പെടുന്ന ജ്ഞാനമാകുന്ന അഗ്നിയിൽ വെണ്ണീറായി പോകുന്ന മനോമാലിന്യങ്ങൾ, അങ്ങനെ മനോമാലിന്യങ്ങളൊക്കെ പോയി ഭവത് സ്വഭാവാനാം, ഭഗവാന്റെ സ്വഭാവ സവിശേഷതകൾ അതേപോലെയുള്ള ആത്മാരാമാണാം മുനിനാം, ആത്മാവിൽ രമിച്ചു കഴിയുന്ന മുനിമാരുടെ അനവരത പരിഗുണിത, അനവരതം എന്ന് വെച്ചാൽ ഇടതടവില്ലാതെ, പരിഗുണിത ഗുണഗണ, അങ്ങയുടെ ആ മുനിമാർ ഇടതടവില്ലാതെ അങ്ങയുടെ ഗുണകഥകൾ ഇങ്ങനെ പറയുമ്പോൾ, പരമമംഗള അയന ഗുണകഥനഃ അസി, ആ പരമമംഗളം, ആ മംഗളകരമായിട്ടുള്ള പരമാനന്ദത്തെ നൽകുന്ന ഗുണകഥകളോടുകൂടിയവനാണല്ലോ ഭഗവാനെ അങ്ങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിരക്തി കൊണ്ട് ആ അറ്റാച്ച്മെൻറ്റ് വന്ന് അതിൽ നിന്നും പതുക്കെ അത് ശക്തിപ്പെടുമ്പോൾ ജ്ഞാനം വളർന്ന് ആ ജ്ഞാനമാകുന്ന അഗ്നിയിൽ മനസ്സിലെ മാലിന്യങ്ങൾ, അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മമത കുറച്ച് കഴിഞ്ഞാൽ മാലിന്യം പോയി.
മമതയില്ലെങ്കിൽ മനോമാലിന്യങ്ങളില്ല. ഈ അറ്റാച്ച്മെൻ്റാണ് നമ്മളെ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതും ദേഷ്യം എന്നിങ്ങനെയുള്ള വികാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. മമതയില്ലെങ്കിൽ എപ്പോഴും ഒരു ഭാവമായിരിക്കും. അപ്പോൾ ആ മമതയില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരുമ്പോൾ ജ്ഞാനം ശക്തിപ്പെടും. അതിൽ മനോമാലിന്യങ്ങൾ ആ അഗ്നിയിൽ വെന്തു വെണ്ണീറായി ഭഗവാന്റെ സ്വഭാവ വിശേഷത്തോട് അതേപോലെയുള്ള സ്വഭാവത്തോടു കൂടിയ ആത്മാരാമന്മാരായി കഴിയുന്ന മുനിമാർ പോലും ഭഗവാനെ അങ്ങയുടെ ഗുണകഥകളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം മംഗളകരമായ പരമാനന്ദത്തെ നൽകുന്ന കഥകളോട് കൂടിയവനാണല്ലോ ഭഗവാനെ അങ്ങ്. ഇനി ശ്ലോകം 12. അധ കഥഞ്ചിത് സ്ഖലന ക്ഷുത് പതന ജൃംഭണ ദുരവസ്ഥാനാം ആദിഷു വിവശാനാം നഹ സ്മരണായ ജ്വരമരണദശായാം അഭി സകല കശ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചന ഗോചരാണി ഭവന്തുഹു. അപ്പോൾ അങ്ങനെയുള്ള മുനിമാരെ ഭഗവാന്റെ സ്വഭാവ സവിശേഷത അതേപോലെയുള്ള ഈ വിരക്തി വന്ന് മനോമാലിന്യങ്ങളൊക്കെ നശിച്ച മുനിമാരാണല്ലോ ഭഗവത് കഥകൾ ഗുണകഥകളെ ഇങ്ങനെ പറയുന്നത്. അവർ അവരെ പോലെയൊന്നുമല്ല എന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് യജ്ഞം നടത്തുന്നിടത്ത് ഇരിക്കുന്ന മഹർഷിമാർ പോലും പറയാണ് അവരെ പോലെയൊന്നുമല്ല ഞങ്ങൾ വെറും സാധാരണക്കാരാണെന്ന്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കഥഞ്ചിത് എപ്പോഴെങ്കിലും അവർക്ക് സദാസമയം ഭഗവാന്റെ ഗുണകഥകൾ ഇങ്ങനെ പറയാനുള്ള അവസരം ഭഗവാൻ കൊടുത്തു. എപ്പോഴും അപ്പോൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സദാസമയം ഭഗവത് സ്മരണയിൽ ഇങ്ങനെ ഇരിക്കും. അതാണല്ലോ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് ഭഗവത് സ്മരണയിൽ ഇരിക്കാൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ ഗുണം. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ കഥഞ്ചിത് എപ്പോഴെങ്കിലും സ്ഖലനം, അതായത് ഒന്ന് വീഴാൻ പോകുമ്പോൾ, ക്ഷുത്ത് അല്ലെങ്കിൽ ഒന്ന് വിശപ്പ് വരുമ്പോൾ, ഇനി പതനം ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ അധപതനങ്ങൾ സംഭവിക്കുമ്പോൾ, ജൃംഭണം അതായത് കോട്ടുവായി ക്ഷീണിച്ച് തളർന്ന് കോട്ടുവായി ഇടുമ്പോൾ, ദുരവസ്ഥാനാം ആദിഷു ഏതെങ്കിലും തരത്തിലുള്ള അപകട അവസ്ഥ ദുരവസ്ഥകൾ വന്നു ചേരുമ്പോൾ, ആദിഷു മുതലായ സമയങ്ങളിലും, ഇനി ജ്വരം നല്ല പനി വരിക, മരണം വന്ന് അടുക്കുക, ഈ സമയത്തും അതായത് മരണദശായാം അഭി മരണസമയത്താണെങ്കിൽ പോലും വിവശാനാം അങ്ങനെ വിവശരായിരിക്കുന്നത് അതായത് ക്ഷീണിച്ച് തളർന്ന് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നഹ ഞങ്ങൾക്ക് സ്മരണായ അങ്ങയെ സ്മരിക്കാൻ അപ്പോഴെങ്കിലും അങ്ങയെ സ്മരിക്കാൻ കഴിയണേ. സകല കശ്മല നിരസനാനി എല്ലാ പാപങ്ങളും അകന്ന് പോകുന്ന തവ അങ്ങയുടെ ഗുണകൃത നാമധേയാനി അങ്ങയുടെ ഗുണകഥകൾ കർമ്മങ്ങൾ നാമങ്ങൾ വചനഗോചരാണി ഇവയെല്ലാം ഉച്ചരിക്കുവാനും ഭവന്തു അങ്ങനെ തന്നെ ഞങ്ങൾക്ക് സാധിക്കണേ. അപ്പോൾ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ ഒരു പൂർണ്ണമായും വിരക്തി വന്ന് ജ്ഞാനം വർദ്ധിച്ച് മനോമാലിന്യങ്ങൾ പോയി ഭഗവാന്റെ സ്വഭാവത്തിന് തുല്യ സ്വഭാവ സവിശേഷതയോട് കൂടിയ മുനിമാർക്ക് നിത്യവും ഭഗവത് സ്മരണയുണ്ടാവും. കാരണം അവർ ഭഗവാന്റെ മംഗളകരമായ ഗുണകഥകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ. പക്ഷെ എങ്കിൽ പോലും വല്ലപ്പോഴെങ്കിലും അതായത് ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോഴോ അല്ലെങ്കിൽ വിശക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധപതനം വരുമ്പോഴോ ക്ഷീണം വന്ന് കോട്ടുവായിടുമ്പോഴോ അല്ലെങ്കിൽ ദുരവസ്ഥകൾ വരുമ്പോഴോ പനി വരുമ്പോഴോ മരണമെടുക്കാറാവുമ്പോഴെങ്കിലും വിവശരായിരുന്നിട്ട് ഞങ്ങൾക്ക് അപ്പോഴെങ്കിലും ഭഗവാനെ അങ്ങനെ ഇടയ്ക്കും തലയ്ക്കുമെങ്കിലും അങ്ങയെ സ്മരിക്കാൻ കഴിയണേ. ഓരോ മനുഷ്യൻ്റെയും സകല പാപങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന അങ്ങയുടെ ഗുണകഥകൾ അങ്ങയുടെ നാമങ്ങൾ അങ്ങയുടെ കർമ്മങ്ങൾ അങ്ങയുടെ നാമങ്ങൾ ഇവയൊക്കെ ഇങ്ങനെ ഉച്ചരിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ, അതിനനുഗ്രഹിക്കണമേ എന്ന് അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം.